ലക്ഷ്മി, നിന്റെ മോൻ വന്നു. അവനെ ഒന്ന് കാണണ്ടേ നിനക്ക്? അമ്മേ, ഞാൻ വന്നു. നിന്റെ രവിയാ. അമ്മേ, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട. ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ. ആരായാലും എനിക്കിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഹോം നേഴ്സാ. രവി, ഇതാരൊക്കെയാ നോക്കി? സുനന്ദേ, കരയാതെ, ഞാൻ വന്നില്ലേടി. എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളേക്ക് ഇങ്ങനെ മറന്നുല്ലോ. രവിയേട്ടനെന്ന് സന്തോഷായി. നീ എന്താ ഒന്നും വേണ്ടാത്തെ? ഓർക്കുണ്ടോ രവിയേട്ടനെ? ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ ഏട്ടാ? അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പോ അങ്ങോട്ട് പോന്നേ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ. അച്ഛന്റെ കാര്യം പോട്ടെ, അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ. കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര, വന്നൂലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം. ഇനി എല്ലാവരും ദയവ് ചെയ്ത് മുറി നിന്ന് പോണം. പേഷ്യന്റിന് വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. യൂറിൻ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഇതുവരെ. ഓ, ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ. ഞാനല്ല. പിന്നെ സത്യം പറയടാ. ഞാനല്ല, ഞാൻ മദ്യം കഴിക്കില്ല. നീ അല്ലാതെ ഇവിടെ പിന്നെ ആരാണ് എടുക്ക? അവൻ തന്നെ അച്ഛാ. അയ്യോ, ഞാനല്ല, ഏട്ടനാ. മോണ പറയുന്നോടാ റാസ്കൽ. കൊല്ലം 7 ഒരസുഖം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. മരിക്കുമ്പോ നിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല, ലക്ഷ്മിക്കും മനസ്സിലായില്ല. നിന്നോട് കാണിച്ച ക്രൂരതകൾക്ക് ക്ഷമിക്കണമെന്നായിരിക്കും. ആയിരിക്കില്ല, ക്ഷമിക്കുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, ആളും പോയി. ആ ഫയൽമാനെ മനസ്സിലായോ? ശ്രീധര മാമ, ഇന്ന് എത്ര നടന്നറിയോ? 5 കിലോമീറ്റർ. അയ്യോ, ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ ആ നൂല് പോലും ആവൂലോ വക്കീലേ. BP കുറഞ്ഞു. ഓ, മറ്റവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ആരെ? ഷുഗറേ. ഓ, പാവയ്ക്ക വിസരിക്കാൻ സമയായി. അല്ല, കക്ഷിയെ മനസ്സിലായില്ലല്ലോ. രവിക്ക് മനസ്സിലായില്ലേ കക്ഷി? സുനന്ദയുടെ ഭർത്താവല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അത് തന്നെ കണ്ടറിഞ്ഞൂടെ? ഇത് തന്റെ രണ്ടാമത്തെ അളിയൻ രവീന്ദ്രനാഥൻ. ഓ, സുനന്ദ പറഞ്ഞിട്ടുണ്ട്. നാട് വിട്ടുപോയ കക്ഷിയല്ലേ? കൊള്ളാം. എപ്പോ വന്നു? രാവിലെ. ഞാൻ 5:30 മണിക്ക് മോർണിംഗ് വാക്കിന് പോകും. ഡെയിലി നടക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക വിസരിക്കാൻ സമയമായി. സുനന്ദേ. വക്കീല, അഡ്വക്കേറ്റ് പാറശ്ശേരി കുട്ടിക്കൃഷ്ണമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ ഒന്നാമനാ. പുലി എന്ന് വെച്ചാ പുലി, പക്ഷെ കാശിനാർത്തിയ. വാ തുറക്കണമെങ്കിൽ 100ന്റെ കെട്ട് മുന്നിൽ വെക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത മോനാ ഇത്, അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. അച്ഛനെ പോലെയല്ല, കോടതിക്കകത്ത് ആണാണെങ്കിൽ വാ തുറക്കില്ല. എന്നാലോ ഈ ഓട്ടവും ഊണും പാവയ്ക്കാനീരും മിടുക്കനാ. എന്താ എല്ലാരും ഒഴിഞ്ഞു മാറി നിക്കണേ? ദാ അർജുൻ, നിന്റെ അനിയത്തിമാരെ ചെറിയടാ, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയടാ. What's your name? ഹിന്ദിയിൽ ചോദിക്കടാ. Sujaji, he doesn't know Hindi, but he got big 0 in Hindi. ഓടി. എന്നാ കാപ്പി കുടിച്ചോ? കുടിച്ചോയ്ക്ക്. എന്താണ് ഹിന്ദിയില്? മലയാളം പറഞ്ഞാൽ മതി, മനസ്സിലാവും. മലയാളം അറിയോ? അയ്യോ, എങ്ങനെയാ പഠിച്ചേ? അവിടെയൊക്കെ മലയാളം ഉണ്ടോ? അച്ഛൻ പഠിപ്പിച്ചതാ. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. കേട്ടോടാ, അങ്ങനെയാ കുട്ടികള്.
അമ്മയ്ക്കറിയാം മലയാളം ഉവ്വുമായി പറഞ്ഞാ മനസ്സിലാവും. അയ്യോ വർത്താനം പറയാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഓ സമാധാനായി. എന്താ എല്ലാരും ഇവിടെ? എടി സുജേ, ഇതുവരെ 2 ചായ എന്റെ റൂമിലേക്ക് തരാൻ പറ്റില്ല നിനക്ക്? പറ്റിയില്ല. അതെന്താന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സില്ല. ഞാൻ നിങ്ങളുടെ വേലക്കാരിയാ, എന്നെ ഭരിക്കണ്ട. ഞാൻ പിന്നെ നിന്നെ തൊഴണോ? ആസത്ത്, ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? ആരാത്? Devi uncle's wife and daughters. വിച്ച് രവിങ്ക്? That I don't know. Mummy told me. കുറച്ച് ദിവസമായി വിരുന്നുകാർക്കൊരു കുറവുമില്ലല്ലോ. മണി, ഒരെണ്ണത്തിന് വിളിച്ച കേക്കില്ല. തിന്നു മുടിക്കാൻ എല്ലാരും ഉണ്ട്, ഒരു ആവശ്യത്തിന് ആരുമില്ല. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ പടങ്ങൾ കാണായിരുന്നു. ആരാ? ഹരി എവിടെ? അവൻ പല്ല് തേക്കണു. ഞാൻ വരുമ്പോ അവൻ ഭയങ്കര ഉറക്കം. പണ്ടേ ഉറക്കപ്രാന്തനാ. നിങ്ങൾ ആരാ? നീന, നിനക്ക് ആളെ മനസ്സിലായില്ലേ? രവിയേട്ടൻ. യോ ബ്രദർ. ആ, ഞാൻ പറയാറില്ലേ രവിയേട്ടന്റെ കാര്യങ്ങള്. പണ്ട് ഞാൻ എന്തൊക്കെ വികൃതി ഒപ്പിച്ചാലും അച്ഛന് നടി രവിയേട്ടന്. ഇപ്പൊ പറയരുത് രവിയേട്ടൻ. മതി മതി, തുപ്പ്. ബ്രഷിങ് കഴിഞ്ഞിട്ട് മതി സംസാരം. എന്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. കോഫി വേണ്ട. അപ്പോ പിന്നെ വരൂ. ഓ, ഞാൻ പിന്നെ വരാം. രവിയേട്ടൻ പോയോ? പോയി. ആ, ഇരിക്കാൻ പറയായിരുന്നില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞ സംസാരിക്കണ്ടെന്ന്. ചെല്ല്, താഴെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. നീ കണ്ടോ? കണ്ടു. ആഹാ. വെള്ളപ്പൊക്കം ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ചില അഭയാർത്ഥികൾ വരാറില്ലേ? കണ്ട അതുപോലുണ്ട്. വെറുതെ ഒന്ന് ചിരിക്കാതെ എന്തെങ്കിലും ചോദിക്കരാതേട്ടാ. അതിനെനിക്ക് ഇന്ത്യ അറിയണ്ടേ? രാധാകൃഷ്ണ, അന്വേഷിച്ച ഒരിടത്തും കാണില്ല. അല്ലെങ്കിൽ വേണ്ടടുത്തും വേണ്ടാത്തടത്തൊക്കെ ഉണ്ട്. ഒന്ന് ഒപ്പന ഫ്ലൈറ്റ്. നിനക്ക് തോന്നുന്ന സമയം എത്തിയാ മതിയോ? എന്ത് പറഞ്ഞാലും കുവ്. അല്ല, ഇതെന്താ ഇവിടെ ഒന്നിങ്ങനെ നിലത്തിരിക്കണേ? അന്തരായേ പർവാനേ. എന്താ? അകത്തേക്ക് വന്ന് ഇരിക്കാൻ പറയായിരുന്നു. ഇഷ്ടമല്ലെടുത്തിരിക്കട്ടെ, വരുന്നുകാരനല്ലോ. മോളിലൊരു മുറി ശരിയാക്കണ്ട്. എന്തു പറ്റി? പിന്നെന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷം. പണ്ടിതായിരുന്നു അച്ഛന്റെ മുറി. ആരെങ്കിലും വിരുന്നാര് വരുമ്പോഴേ തുറക്കൂ. അടച്ചിട്ടിട്ടാ ഒരു പൊട്ട മണം. ഒരു ചന്ദനത്തിരി കത്തിച്ചിരിക്കാം അല്ലേ? അല്ല, കുട്ടി ഏതാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. അവള് ശ്രീധരമൂത്താരുടെ മോളുടെ മോളാ. പ്രേമേടെ? പ്രേമയും ഭർത്താവൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി. അപ്പൊ പ്രേമ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയ്യോ, കടന്ന് പോടി അവിടുന്ന്. കഥ പറച്ചില്. മോളെ, നീ ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല. മോള് എന്താ ചേച്ചി ദേഷ്യപ്പെട്ടെ? അജാജി നമ്മുടെ ആരാന്നാ പറഞ്ഞ? അത് അച്ഛന് വേറൊരു പെങ്ങള് കൂടി ഉണ്ടായിരുന്നു. ശ്രീധരൻ മുത്തച്ഛന്റെ മോള് പ്രേമലത അമ്മായി. ആ അമ്മായിയുടെ മോളാ ചേച്ചി. ആ അമ്മായി ഇപ്പൊ എവിടെയാച്ചാ? രവിയാ? മൂത്തോരെ ഏട്ടാന്ന് വിളിക്കടി. നീ പോടാ, എന്നെക്കാ വെറും 2 മാസത്തെ മൂപ്പല്ലുള്ളൂ നിനക്ക്. ഞാനേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാ. നീ ഇപ്പൊ ചേരാൻ പോണല്ലേള്ളൂ. അങ്ങനെ ആടി ആമ്പിള്ളേര്. ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടേ വരൂ. 10ാം ക്ലാസ് പഠിച്ചിരാനേ എനിക്ക് 3 കൊല്ലം വേണം. ഓ, എന്റെ അമ്മായിക്ക് ഇങ്ങനെ ഒരു സൽപ്പുത്രൻ ഉണ്ടായല്ലോ. ഡാ, നീ എങ്ങടാ? ഞാൻ അമ്പലത്തിലേക്ക്. എനിക്കറിയാടാ, ഞാൻ അറിയണുണ്ട്. ഇടക്കാലത്ത് വെളിച്ചപ്പാടിന്റെ മോളോടൊരു ഭക്തി. നീ പോടി വെറുതെ അനാവശ്യം പറയാണ്ട്. വെളിച്ചപ്പാട് നിന്റെ തലമണ്ട വെട്ടി പൊളിക്കൂട്ടോ.
ആരോടെങ്കിലും മിണ്ടിയ കൊന്നുകളെ നിന്നെ ഞാൻ. എന്ത്? പ്രേമ, എന്താടി ഇത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ കരയണ്ട, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. പൊയ്ക്കോ. എടി, പൊരുമ്പട്ടവളെ, അമ്മേ, വേലാണി വീടിന്റെ പടി കയറിയ കൊന്നു കളയുന്നില്ലേ? കടകടി പുറത്ത് അസത്ത്. കൊല്ലേണ്ട നിന്റെ പുന്നാര മോനെയാ വേണ്ടി. ഇന്ന് അവന്റെ അവസാനം. കൊടുക്കവന്, ശരിക്ക് കൊടുക്ക. സ്വന്തം പെങ്ങന്മാരെ പോലും എങ്ങനെയാ വിശ്വസിച്ച് കൂടെ ഇരുത്തുക? നായിന്റെ മോനെ ഒട്ടേന്ന് വിരിഞ്ഞില്ല. അമ്മയ്ക്ക് പിന്നെ തട്ടിന്റെ പുറത്ത് അവളെയും കൂട്ടിയിട്ട് എന്തായിരുന്നടാ? അയ്യോ അമ്മേ, ഞാനല്ല അച്ഛാ, ഏട്ടനാ. അയ്യോ ഇവൻ തന്നെ അച്ഛാ. അയ്യോ അയ്യോ അവന്റെ ഒരു സത്യം ഇപ്പൊ ഇറങ്ങിക്കോടെ വിട്ടത്. എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. പഠിക്കോടത്ത് ആ, നീ ഇവിടെ വന്ന് നിൽക്കണോ? ഞാനും രാധയും ഒന്ന് വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കാണ്. അമ്മയെന്ന് വളരെ ബെറ്ററായിട്ടുണ്ട്. എന്നാലും ആ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ. 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിവിടെ എത്തും. ഞാൻ പാലക്കാടാ താമസിക്കണേ. വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്നാലും ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ. ഒരു ഡോക്ടറെ അടുത്തുണ്ടെങ്കിൽ. അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ? ഇപ്പൊ നീയും. അത് തന്നെ ധാരാളം. ഏട്ടാ, പ്രേമ ഇപ്പൊ എവിടെ ഉണ്ട്? അരെ, ഓർമ്മയില്ലേ? പ്രേമ, ശ്രീധരമാമയുടെ മോളെ. അപ്പം മറന്നിട്ടില്ല? ഏട്ടൻ മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല, എനിക്കറിയാതെ. എന്നിട്ട് വയറ്റിലുണ്ടായപ്പോ എന്റെ തലയിൽ. വയറ്റിലുണ്ട്? ഓ, ഒന്നും അറിയില്ല പാവം. എന്നിട്ട് എന്നെ പെടുത്താമെന്ന് വിചാരിച്ചു അവള്. ചുളിയൂർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനല്ലേ കിട്ടുന്നത്. സത്യം അച്ഛനമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 20 പവനും 30,000 രൂപയെ കൊടുത്ത് അന്ന് കല്യാണ ചെലവടക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്തേ. അല്ലെങ്കിൽ തന്തയില്ലാത്ത കുട്ടീന്റെ പെറ്റേന്ന് അവള്. കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്നിട്ട് നന്നായോ? 5 വയസ്സോട് കുട്ടിയും ഭർത്താവും ഉള്ളപ്പോഴാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേറൊന്നിനുമല്ല, ഇമ്മോറൽ ട്രാഫിക്. അതുകൊണ്ടെന്താ ആ പോക്ക് പോയത് ഭാഗ്യം. വേഴച്ചവള്. ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ നോക്കിയ? എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ ഏട്ടന് ഒരു ഉടുപ്പും തോന്നണല്ലേ? ഇതെല്ലാവർക്കും അറിയാം. എല്ലാരും കാര്യം പോട്ടെ, ഏട്ടൻ ആരെയും വഞ്ചിക്കാൻ ചതിപ്പെടുത്താം. മനസ്സാക്ഷി എന്നൊരു സാധനം ഏട്ടനുണ്ടോ? ആ ഒരൊറ്റ ചതി കുടുങ്ങി എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ. എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരൻ. പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ടാ. നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം. എന്റെ മുഖത്ത് കരുതേച്ചാലുണ്ടല്ലോ. ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കയറി എനിക്കൊന്ന് തുടയ്ക്കണം വേട്ട. എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും. രവി, രാജേന്ദ്ര, ലക്ഷ്മി കണ്ണു തുറന്നു. രവി ചോദിച്ചു.